അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സത്യവുമായി ഉത്ബോധനം കിട്ടിയ ആളും, അതായത് അള്ളാഹുവും റസൂലെന്നോ അതല്ലെങ്കിൽ ജിബ്രീലും റസൂലെന്നോ ആവാം, പക്ഷെ അള്ളാഹു ആണെന്ന് നമുക്ക് ഊഹിക്കാം. സൃഷ്ടിയെ പറ്റി പറയുന്നു, നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ ആദ്യത്തെ 40 ദിവസത്തേക്ക് എടുത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ചു വയ്ക്കുന്നു. എന്നിട്ട് അത് രക്തക്കട്ടയായി മാറുന്നു അടുത്ത 40 ദിവസത്തേക്ക്. എന്നിട്ട് അത് ഇറച്ചിക്കഷ്ണമായി മാറുന്നു അടുത്ത 40 ദിവസം. അള്ളാഹു അപ്പോൾ ഒരു മലക്കിനെ അയക്കും. 4 വാക്കുകൾ അത് എഴുതും. അതായത് അവൻ്റെ പ്രവൃത്തികൾ, അവൻ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് എഴുതി വയ്ക്കും, അവൻ്റെ മരണസമയം എഴുതി വയ്ക്കും, അവൻ്റെ റിസ്ക്, ഭൂമിയിൽ അവൻ എന്തൊക്കെ അനുഗ്രഹങ്ങളും സമ്പത്തും പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് എഴുതി വയ്ക്കും, അവൻ നല്ലവനായിരിക്കുമോ അല്ലെങ്കിൽ ചീത്തയായിരിക്കുമോ എന്നുള്ളത് എഴുതി വയ്ക്കും, പരലോകത്ത് അതായത് സ്വർഗത്തിൽ പോവുക നരകത്തിൽ പോവുക എന്നുള്ള കാര്യവും എഴുതി വയ്ക്കും. അതിനുശേഷം ആത്മാവിനെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഊതുന്നു. അങ്ങനെ ആ മനുഷ്യൻ അവൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നരകവാസികളുടെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നരകത്തിൻ്റെ തൊട്ടടുത്ത് എത്തുകയും ഒരു മുഴം അല്ലെങ്കിൽ ഒരു ദിറാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 1.5 അടി അല്ലെങ്കിൽ 2 അടി ദൂരം വരെ എത്തും, നരകത്തിലേക്ക് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ വക്കിൽ നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചാൽ മതി. അങ്ങനെ എത്തുമ്പോൾ അവൻ്റെ പേരിൽ പിന്നീടുള്ളത് നന്മയാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ, ആ മലക്ക് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, ഈ കഴിഞ്ഞതിനെയൊക്കെ അത് കീഴടക്കും, അല്ലെങ്കിൽ അതൊന്നും അല്ലാതെയായി പോവും. എന്നിട്ട് അവൻ നന്മകൾ ചെയ്യാൻ തുടങ്ങും, സ്വർഗവാസി ളുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ തന്നെ ഒരാൾ സ്വർഗവാസികളുടെ സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നു ഉണ്ടായപ്പോൾ തൊട്ട്, അങ്ങനെ അവൻ പോയി സ്വർഗത്തിൽ നിന്നും ഒരു ദിറാവ് അല്ലെങ്കിൽ ഒരു മുഴം, അതല്ലെങ്കിൽ 1.5-2 അടി ദൂരം എത്തുന്നത് വരെ അവൻ പുണ്യപ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ അവൻ്റെ പേരിൽ എഴുതി മലക്ക് വച്ചിരിക്കുന്നത് ഇതുവരെ ചെയ്തതിനെ കീഴടക്കി കളയുകയും, അതായത് അവനെ നരകവാസിയായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ അവൻ അപ്പോൾ മുതൽ നരകവാസികളുടെ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇത് 3208 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഹദ്ദസന അബ്ദുല്ലാഹി ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വാദിഖ് المصدوق إن أحدكم يجمع في بطن أمه 40 يوما ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يبعث الله إليه ملكا ب4 كلمات فيكتب عمله وأجله ورزقه وشقي أو سعيد ثم ينفخ فيه الروح فإن الرجل لا يعمل بعمل أهل النار حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل الجنة فيدخل الجنة وإن الرجل لا يعلم بعمل أهل الجنة حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل النار فيدخل النار. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു ഒരു മലക്കിനെ ഗർഭപാത്രത്തിൽ ജോലിക്കിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അവരോധിച്ചിട്ടുണ്ട്. ആ മലക്ക് പറയും, അല്ലയോ രക്ഷിതാവേ, നുത്ഫ, അതായത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുറപ്പെടുന്ന സ്ഖലനത്തിലൂടെ വരുന്ന ദ്രാവകങ്ങൾ കൂടിച്ചേർന്ന് കഴിയുന്നതിനാണ് നുത്ഫ എന്ന് പറയുന്നത്. അല്ലയോ രക്ഷിതാവേ, ഒരു രക്തക്കട്ട, അല്ലയോ രക്ഷിതാവേ, ഒരു ഇറച്ചി കഷ്ണം. അപ്പോൾ അതിങ്ങനെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ 40 ദിവസം കൂടുമ്പോഴും. ഇത് ഒരു ശാസ്ത്രീയ അത്ഭുതമാണ്. 40 ദിവസം കൂടുമ്പോൾ ഘട്ടങ്ങളിലൂടെയാണ് ഭ്രൂണം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്നത്, മാറുന്നത്, അതിൻ്റെ രൂപം മാറുന്നത്, കോലം മാറുന്നത്. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. 120 ദിവസം കൊണ്ടാണ് റൂഹ് അല്ലെങ്കിൽ ആത്മാവ് വരുന്നത്, ജീവൻ വരുന്നത്. അപ്പോൾ അള്ളാഹു ആ കുട്ടിയെ പൂർണ്ണമായി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മലക്ക് ചോദിക്കും, അല്ലയോ രക്ഷിതാവേ, ആണാണോ പെണ്ണാണോ? അപ്പോൾ 120 ദിവസം വരെ തീരുമാനമായിട്ടില്ല, അല്ലെങ്കിൽ അതിനെ കണ്ടാൽ അത് ആണായിരിക്കുമോ, X ക്രോമസോം Y ക്രോമസോം എന്നൊക്കെ വലിയ വർത്തമാനം പറയാമെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ശരീരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ ഭാഗം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അള്ളാഹു ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അല്ലയോ രക്ഷിതാവേ,
ഇവൻ ചീത്തയായ മനുഷ്യനാണോ അതോ അനുഗ്രഹീതനായ മനുഷ്യനാണോ, അത് പരലോകത്ത് നരകവാസിയാണോ സ്വർഗവാസിയാണോ, ഇവൻ്റെ ജീവിതമാർഗങ്ങൾ അല്ലെങ്കിൽ റിസ്ക്, അവന് ഭൂമിയിൽ എന്തൊക്കെ കിട്ടും, അവൻ്റെ പ്രായം എന്തായിരിക്കും, അതായത് മരിക്കുന്നത് എപ്പോഴാണ്, ഇതെല്ലാം ആ മലക്ക് അവിടെ വച്ച് ആ കുട്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ എഴുതി വയ്ക്കും. عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله وكل في الرحم ملكا فيقول يا ربي نطفة يا ربي علقة يا ربي مضغة فإذا أراد أن يخلقها قال يا ربي أذكر أم أنثى يا ربي شقي أم سعيد فما الرزق فما الأجل فيكتب കദാലിക ഫി ബത്നി ഉമ്മിഹി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അള്ളാഹു പറയും, നരകത്തിലുള്ള മനുഷ്യനോട്, അതായത് അവിടുത്തെ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ കിട്ടുന്ന മനുഷ്യനാണ്. നരകത്തിലുള്ള ഏറ്റവും വലിയ ശിക്ഷയല്ല, ഏറ്റവും ചെറിയ ശിക്ഷ. ഭൂമിയും അതിലുള്ളത് മുഴുവനും നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് കൈക്കൂലിയായി, അതല്ലെങ്കിൽ അതിന് പകരമായി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ പറയും ഉവ്വ ഉവ്വ. അപ്പോൾ അള്ളാഹു പറയും, നീ ആദമിൻ്റെ നട്ടെല്ലിൽ ആയിരുന്നപ്പോൾ നിന്നോട് ഞാൻ ഇതിനേക്കാളും വളരെ കുറച്ചല്ലേ ചോദിച്ചത്, ഭൂമി മുഴുവനും അതിലുള്ള മുഴുവനും ചോദിച്ചില്ലല്ലോ, അതായത് എന്നെ ഒഴികെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് മാത്രമല്ലേ നിന്നോട് ഞാൻ പറഞ്ഞോളൂ, പക്ഷേ നീ നിർബന്ധിച്ച് എനിക്ക് എന്നെ കൂടാതെ മറ്റു പലതിനെയും ആരാധിച്ചു. അപ്പോൾ ഒരു രീതിയിലും പുറത്തു തരില്ല. അങ്ങനെ ഞാനും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അനസിൻ യർഫഹു അന്നല്ലാഹു തആല യഖൂലു ലിഅഹ്വനി അഹ്ലിന്നാരി അദാബൻ ലൗ അന്നലക മാ ഫിൽ അർദി മിൻ ഷൈഇൻ കുൻത തഫ്തദി ബിഹി ഖാല നഅം ഖാല ഫഖദ് സഅൽതുക മാ ഹുവ അഹ്വനു മിൻ ഹാദാ വ അൻത ഫി സുൽബി ആദം അല്ലാ തുശ്രിക ബി അബൈത ഇല്ല ഷിർക്ക്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അനീതികരമായി അല്ലെങ്കിൽ അന്യായമായി ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ കൊലപാതകത്തിൻ്റെ ഒരു വീതം ആദമിൻ്റെ ആദ്യ പുത്രന് അല്ലെങ്കിൽ ഒന്നാം പുത്രൻ്റെ മേലിൽ ഉണ്ടാവും. കാരണം അവനാകുന്നു കൊലപാതകം എന്ന ഒരു രീതി അല്ലെങ്കിൽ ചര്യ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഭൂമിയിൽ തുടങ്ങി വെച്ചത്. അപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ അയാൾക്ക് അതിന് ശിക്ഷ കിട്ടും. അത് കണ്ട് വേറെ ആളുകൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഓരോ വീതം കിട്ടും ഫ്രീ ആയിട്ട്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ബിദ്അത്ത് മതത്തിൽ കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെങ്ങാനും ചെയ്യുന്നത് കണ്ട് വേറെ ആരെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടാവും ലോകം അവസാനമാകുമ്പോഴത്തേക്കും നമ്മുടെ പുറകിൽ നിൽക്കാൻ. അപ്പോൾ അതിനെല്ലാം നമ്മൾ സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ആദമിൻ്റെ മൂത്ത മകൻ്റെ കൊലപാതകം ആണ് മാതൃക. അപ്പോൾ അയാൾ മാതൃകാ പുരുഷൻ ആണ് കൊലപാതകികളുടെ. അതുകൊണ്ട് ലോകത്തിൽ അന്യായമായി ആര് കൊല്ലപ്പെട്ടാലും അതിൻ്റെയൊക്കെ ഒരു വീതം അയാൾക്ക് ശിക്ഷയായി കിട്ടും. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖ്തൽ നഫ്സുൻ ളുൽമൻ ഇല്ലാ കാന അലാ ഇബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹാ ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. കൊലപാതകം കണ്ടുപിടിച്ച ആളാണ് ആദമിൻ്റെ ആദ്യപുത്രൻ. ആത്മാക്കൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടാളക്കാരെ പോലെയാകുന്നു. അതായത് പട്ടാളത്തിലേക്ക് ആളെടുത്ത് ഇങ്ങനെ നല്ല നിരത്തി വടിവടിയായൊക്കെ നിർത്തിയിരിക്കുന്നത് പോലെ. അൽഅർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആത്മാക്കൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടാളക്കൂട്ടങ്ങളെ പോലെ ആകുന്നു. ഒരേ സ്വഭാവക്കാരായ ആത്മാക്കൾ തമ്മിൽ അടുപ്പമുള്ളവരായിരിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യവും ഒക്കെ ഉണ്ടാവും. അതുപോലെ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആത്മാക്കൾ തമ്മിൽ വ്യത്യാസവും ഉണ്ടാവും. അപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോൾ നമുക്ക് അറിയാം ഇടതുവശം വലതുവശം അങ്ങനെ പാർട്ടികളുണ്ട്. ആളുകൾക്ക് ഒരു പാർട്ടിയോട് ഒരു കൂട്ടം ആളുകൾക്ക് ചായ്വുണ്ട്, മറ്റേ പാർട്ടിയോട് മറ്റൊരു കൂട്ടം ആളുകൾക്ക് ചായ്വുണ്ട്. ഇതുകൂടായി പാർട്ടികളുണ്ട്. അതുപോലെ മതങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളും വെറുപ്പുകളും ഉണ്ട്. ഒരാൾക്ക് ഒരു മതത്തിലുള്ള ആൾക്ക് മറ്റുള്ള മതത്തിലുള്ളവരെ കാണാൻ പാടില്ല, ഒരു പാർട്ടിയിലുള്ളവർക്ക് മറ്റുള്ള ഒരു പാർട്ടിയിൽ കാണാൻ പാടില്ല. കാരണം ഈ ആത്മാക്കളുടെ ലോകത്ത് തന്നെ ആത്മാവായിരിക്കുമ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലുള്ളവരാണെങ്കിൽ ഭൂമിയിലും അവർ ഇഷ്ടത്തിലായിരിക്കും. അവർ കാണുമ്പോഴേ ഒരു മുൻപരിചയമുള്ള പോലെയൊക്കെ നമ്മൾ പഴയ കാല സുഹൃത്തുക്കളാണല്ലോ, അല്ലെങ്കിൽ മുഖം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇതുകൊണ്ടാണ്. ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകത്ത്, ആത്മാക്കളുടെ ലോകത്തിൽ കൂട്ടുകാരായി അവിടെ ഒരുപാട് ആത്മാക്കൾ കോടാനുകോടി, അതായത് ആദം അലൈഹി ഇസ്ലാം തൊട്ട് ലോകാവസാനത്തിൽ ജനിക്കുന്ന കുട്ടി വരെയുള്ള ആത്മാക്കളുടെ ലോകത്തിലുണ്ട്. അവർ അവിടെ ഇരിക്കുകയാണ്. അവരെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ദിക്ർ തസ്ബീഹൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അവർക്ക്
ശരിയായ സത്യം അറിയാം. ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോഴാണ് നമ്മളുടെ ആത്മാവ് നമ്മളുടെ സത്യം മറന്നു പോകുന്നത്, അള്ളാഹു ആരാണെന്നും നമ്മളാരാണെന്നും ഒക്കെ മറന്നു പോകുന്നത്. അപ്പോൾ അവിടെ അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കുകയായിരിക്കും. അതിൽ ആളുകൾ കൂട്ടം കൂടിയിരുന്ന് വർത്താനം പറയുന്നവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്തവരുണ്ട്. അതിവിടെ വരുമ്പോഴും അതുപോലെ ഇഷ്ടക്കേടൊക്കെയായി തുടരും എന്നാണ് പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ സകല ആത്മാക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ചിലർ വളരെ അടുത്തവർ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുപ്പമുള്ള, ഇപ്പോൾ അടുത്ത കൂട്ടുകാർ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അവരുടെ ആത്മാക്കൾ ഇതേപോലെ തന്നെ മുൻകാല ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മാക്കളുടെ ലോകത്തിൽ കൂട്ടുകാർ ആയിരുന്നു. അതുകൊണ്ട് ഈ ഇഹലോകത്തിലുള്ള ജീവിതത്തിലും അവർ കൂട്ടുകാർ ആയിരിക്കും. അതുപോലെ അവിടെ നല്ല കൂട്ടുകാരല്ലായിരുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര താല്പര്യം ഇല്ലായിരുന്ന ആത്മാക്കൾ ഇവിടെ വരുമ്പോൾ അവർ ഇഹലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലാത്തവരോ അതല്ലെങ്കിൽ ശത്രുക്കളോ ആയി മാറുന്നു. ഇത് ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് സമയത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ ഫമാ താറഫ മിൻഹാ തലഫ വമാ തനാക്കറ മിൻ അഖ്തലഫ. ഖിലാഫ് അഭിപ്രായ വ്യത്യാസം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഇവിടെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെ. അവിടെ ഒരുമയിലുള്ളവർ ഇവിടെയും ഒരുമയിൽ ആയിരിക്കും. രണ്ട് പാർട്ടിക്കാരോ അല്ലെങ്കിൽ രണ്ട് മതക്കാരോ ഒക്കെ ആണെങ്കിലും എന്തു സ്നേഹമുള്ള മനുഷ്യരൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കുകയും സ്വന്തം ജീവൻ പോലും കളയാൻ റെഡിയാവുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അവിടെ നിന്നുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് നമ്മൾ പറയും 7 ജന്മമുണ്ട്, മുമ്പുള്ള ജന്മത്തിൽ അതായിരുന്നു ഇതായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറയാം. അതല്ല, മുമ്പുള്ള ജന്മം എന്ന് പറഞ്ഞാൽ ആലമുൽ അർവാഹാണ്, റൂഹുകളുടെ ലോകം, ആത്മാക്കളുടെ ലോകം. അല്ലാഹു അസ്സ വജലിൻ്റെ വചനം, തീർച്ചയായും നാം നൂഹിനെ അയച്ചു അവൻ്റെ ആളുകളിലേക്ക്. 11-ാം സൂറത്ത് 25-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി അസ്സ വജല്ല വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. ഹൂദ് 25. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്കിടയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചു, പ്രകീർത്തിച്ചു. എന്തുമാത്രം അല്ലാഹു അർഹിക്കുന്നു അത്രയും. എന്നിട്ട് പറഞ്ഞു അദ്ദജ്ജാലിനെ പറ്റി, ഞാൻ നിങ്ങൾക്ക് താക്കീത് തരുന്നു അവനെ പറ്റി അല്ലെങ്കിൽ അവനെതിരെ, അതായത് അദ്ദജ്ജാൽ. ഇതിനു മുമ്പ് ഒരു പ്രവാചകനും അവനെപ്പറ്റി അവൻ്റെ സമുദായത്തിന് താക്കീത് കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ സകല പ്രവാചകന്മാരും ദജ്ജാൽ വരും ലോകാവസാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ആദ്യകാലത്തിലുള്ള പ്രവാചകന്മാർ പോലും ലോകാവസാനം ഇപ്പോൾ വരും എന്ന് വെച്ചാൽ സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ അതെല്ലാം ഇന്നും നാളെയൊക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. ലോകാവസാനം ആവാറായി, നിങ്ങളിങ്ങനെ ചെയ്യരുത്, അപ്പോൾ ദജ്ജാൽ വരും എന്നൊക്കെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. സംശയമില്ല, നൂഹ് അദ്ദേഹത്തിൻ്റെ ആളുകൾക്കിടയിൽ താക്കീത് കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ദജ്ജാലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദജ്ജാലിനെ പറ്റി ഒരു പ്രവാചകനും പറയാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ലക്ഷണങ്ങൾ, എന്തായിരിക്കും ആള് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അവന് ഒറ്റക്കണ്ണേ ഉള്ളൂ, അള്ളാഹു ഒറ്റക്കണ്ണനല്ല. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അതായത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്, ദജ്ജാലിന് ഒരു കണ്ണുള്ളൂ, നിന്റെ രക്ഷിതാവായ അള്ളാഹു ഒറ്റക്കണ്ണനല്ല. തീർപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞു. عن ابن عمر رضي الله عنهما قال قام رسول الله صلى الله عليه وسلم في الناس فاثني على الله بما هو أهله ثم ذكر الدجال فقال إني لأنذركموه وما من نبي إلا أنذره قومه ولقد أنذره نوح قومه ولكني أقول لكم فيه قولا لم يقله النبي لقومه تعلمون أنه أعور وأن الله ليس بأعور. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഒരു പ്രവാചകനും ഇതിനു മുമ്പ് അവരുടെ ആളുകളോട് അല്ലെങ്കിൽ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കാത്ത ചില കാര്യങ്ങൾ. ദജ്ജാൽ ഒറ്റക്കണ്ണനാകുന്നു. ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞാൽ ദജൽ എന്നൊക്കെയാണ് പറയുക. അതായത് ഒളിച്ചു വെച്ചിരിക്കുന്നത്, മറഞ്ഞു വെച്ചിരിക്കുന്നത്, കള്ളം പറയുന്നവൻ, ഭൂമിയെ ഉഴുതുമറിക്കുക അല്ലെങ്കിൽ ഭൂമിയിലൂടെ മൊത്തം സഞ്ചരിക്കുന്നവൻ, അങ്ങനെ ഒരുപാട് വാക്കുകൾക്ക് അർത്ഥമുണ്ട്. പിന്നെ ദജൽ എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം പൂശുക എന്നുള്ള
വാക്കിന് ദജ്ജലാണ് ഉപയോഗിക്കുക. അതായത് വെള്ളിയോ അല്ലെങ്കിൽ അതുപോലെ കുറഞ്ഞ എന്തെങ്കിലും ഒരു സാധനത്തിന് മുകളിൽ സ്വർണം പൂശി അടിപൊളിയാക്കി വെക്കുന്നു. അപ്പോൾ ദജ്ജാൽ എന്ന് പറയുന്നത് പൊള്ളയായ ഒരു കാര്യമാണ്, ഉള്ളിലുള്ളതല്ല പുറത്ത് കാണുന്നത്. കാണാൻ വലിയ രസമൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അവനോടൊപ്പം സ്വർഗ നരക സാദൃശ്യമുള്ള ഒരു സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ അതിന് സമാനമായ എന്തോ ഒരു സാധനം ആൾ ഉണ്ടാക്കി കൊണ്ടുവരും. അത്രയധികം കഴിവ്, അതായത് സ്വന്തം അള്ളാഹു ആണ് എന്ന് പറയാനും അത് തെളിയിക്കാനും ഒക്കെ ഉള്ള ശക്തി കൊടുത്തിട്ടാണ് അള്ളാഹു ദജ്ജാലിനെ ഇങ്ങോട്ട് വിടുന്നത്. നിസ്സാര കാര്യമൊന്നുമല്ല. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ലോകാരംഭം തൊട്ട് ലോകാവസാനം വരെ മനുഷ്യർ, ആദം സന്തതികൾ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണമാണ് ദജ്ജാലിൻ്റെ എന്ന് പറയുന്നു. ഇതുവരെയുള്ള ആളുകളൊക്കെ ജീവിച്ച് മരിച്ചവർ ദജ്ജാലിനെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ആ പരീക്ഷണം ഇല്ലേ? ഉണ്ട്. അവർക്ക് മരണസമയത്തും ഖബറിലും അതിന് സമാനമായ പരീക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദജ്ജാലിനെ കിട്ടാത്തവർക്ക് വേറെ പണിയുണ്ട്. ആരെയും വെറുതെ വിടുമൊന്നുമില്ല. അള്ളാഹു എല്ലാവരെയും തുല്യമായി കാണുന്നവനാണ് അള്ളാഹു. അങ്ങനെ അവൻ സ്വർഗവും നരകവുമായി വരും. അവൻ്റെ കയ്യിലുള്ള സ്വർഗം എന്ന് പറയുന്നത് ശരിക്കും നരകമാണ്. അപ്പോൾ കാണുമ്പോൾ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ആയിരിക്കും, അകത്തേക്ക് ചാടി കഴിയുമ്പോൾ തീയായിരിക്കും, പുറത്തൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ സ്വർഗം എന്ന് പറയുന്നത് ശരിക്കും നരകമാകുന്നു. ഞാൻ നിങ്ങൾക്ക് താക്കീത് തരുന്നു, നൂഹ് അവൻ്റെ ആളുകൾക്ക് താക്കീത് കൊടുത്തതുപോലെ. സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഹദ്ദിസുകും ഹദീസൻ അനി ദജ്ജാലി മാ ഹദ്ദസ ബിഹി നബിയ്യു ഖൗമഹു ഇന്നഹു അവറു വ ഇന്നഹു യജീഉ മഅഹു ബിമിസാലിൽ ജന്നത്തി വന്നാർ ഫാലതി യഖൂലു ഇന്നൽ ജന്നത്തു ഹിയ നാറു വ ഇന്ന ഉൻദിറുകും കമാ അൻദറ ബിഹി നൂഹുൻ ഖൗമഹു. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.